ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് കാണാനും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്കും സ്വാഗതം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ SJ ഫാമിലി ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് us. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ 3 ദിവസം മുമ്പ് നമ്മുടെ കേരളത്തിൽ വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഉറ്റവരെ നഷ്ടപ്പെട്ട് തീരാവേദനയിൽ നീറിക്കഴിയുന്നവർക്ക് എല്ലാം താങ്ങാനുള്ള മനക്കരുത്ത് ഭഗവാൻ നൽകട്ടെ എന്നും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഓരോ ദുരന്തങ്ങൾ നമുക്ക് വരുമ്പോഴും നമ്മുടെ കൂടെ നിന്ന് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഊണു ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്ന രക്ഷാപ്രവർത്തകർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ആയുസ്സും ആരോഗ്യവും ഭഗവാൻ നൽകട്ടെ. അതേപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് ഭഗവാനോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട് തീരാവേദനയിൽ കഴിയുന്നവർക്ക് നമുക്കൊരു കൈത്താങ്ങാം. വയനാട്ടിൽ നമുക്കൊരു കൈത്താങ്ങാവാം. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ചെറിയൊരു സഹായമാണെങ്കിൽ ചെറിയൊരു സഹായം നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആരും അത് മറക്കരുത്. ചെറിയൊരു സഹായം അവർക്ക്, നമ്മളെക്കൊണ്ടാവുന്ന ചെറിയൊരു സഹായം നമുക്ക് അവർക്ക് നൽകാം, വയനാട്ടിലേക്ക് നൽകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാമല്ലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് തമിഴ്നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ട്രഡീഷണൽ ഐറ്റമായിട്ടുള്ള ഒരു ഐറ്റവുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയാണ് കേട്ടോ. ഞാനിന്ന് രാവിലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞ പോലെ, തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് തന്നെ, ചുരുങ്ങിയ ചേരുവകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റവുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ സാധാരണ റേഷൻ കടകളിലൊക്കെ കിട്ടുന്ന സാധാരണ ഒരു പച്ചരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിന് 1/2 കപ്പ് ചെറുപയർ പരിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് പച്ചരി എന്ന് പറഞ്ഞാൽ 200 ഗ്രാം പച്ചരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 200 ഗ്രാം പച്ചരിയും 100 ഗ്രാം ചെറുപയർ പരിപ്പും കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതേപോലെ കപ്പളവില്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം ആ 200 ഗ്രാം പച്ചരി, 1 കപ്പ് പച്ചരി ഞാനിവിടെ നന്നായിട്ട് ഒരു 3-4 തവണ നല്ലപോലെ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കുക്കർ ചൂടാക്കാം. കുക്കർ ചൂടായി വന്നതും അതിലേക്ക് ഞാനിത് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് ചൂടായി വന്നതും അതിലേക്ക് 1/2 കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 100 ഗ്രാം ചെറുപയർ പരിപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പച്ചരി എടുത്ത് അതിൻ്റെ നേർപകുതി അളവാണ് കേട്ടോ നമ്മളിവിടെ ചെറുപയർ പരിപ്പ് എടുക്കേണ്ടത്. ഞാനിവിടെ 200 ഗ്രാം പച്ചരിയും 100 ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആ ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പരിപ്പ് വെള്ളം ഒഴിച്ചൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. കഴുകാതെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ തന്നെ വെച്ചിട്ട് വേണ്ടതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഈ ചെറുപയർ പരിപ്പിൻ്റെ നിറം മാറണോ, അതേപോലെ തന്നെ കരിഞ്ഞു പോകാനോ പാടില്ല കേട്ടോ. നിറം മാറിയാലും കരിഞ്ഞു പോയാലും നമ്മുടെ ഉണ്ടാക്കുന്ന ഈ ഐറ്റത്തിന് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിറമൊന്നും മാറാതെ കരിഞ്ഞു പോകാതെ നമുക്ക് ചെറുപയർ പരിപ്പൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. കരിഞ്ഞു പോവാതെ നിറമൊന്നും മാറാതെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അങ്ങനെ ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മളിതാ 3-4 തവണ നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകി വെള്ളമെല്ലാം ഊറ്റി കഴുകി കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമുക്ക് പച്ചരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു 3-4 മിനിറ്റ് നമ്മളിട്ട് കൊടുത്ത ചെറുപയർ പരിപ്പ് നല്ലപോലെ നമ്മൾ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പരിപ്പിൻ്റെ കളറോ അല്ലെങ്കിൽ അതേപോലെ കരിഞ്ഞു പോവൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പച്ചരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ പച്ചരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന്
വറുത്തെടുക്കാം കേട്ടോ. പച്ചരിയും പരിപ്പും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇതും ഒരു 3-4 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് രണ്ടും കൂടെ ഒന്ന് വറുത്തെടുക്കാം. പച്ചരിയുടെയും പരിപ്പിൻ്റെയും നിറമൊന്നും മാറാൻ പാടില്ല. ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്പിൾ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 3-4 മിനിറ്റ് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇത് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല്, ഒരു 2 മിനിറ്റ് കഴിഞ്ഞതും നല്ലൊരു സ്മെല്ല് വരോട്ട് ഇത് വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ ആ സ്മെല്ല് വന്നത് നമുക്കിതിലേക്ക് 5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ട് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. 1 ഗ്ലാസ് പാലും 4 ഗ്ലാസ് വെള്ളവുമാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിത് ഒരു 3-4 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് പച്ചരിയും പരിപ്പും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് ഞാൻ ഇവിടെ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാച്ചിയ പാലായാലും കാച്ചാത്ത പാലായാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ. കാച്ചിയ പാലാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തണുപ്പിച്ച ശേഷം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ എന്തിനാ പാൽ ഇതിൽ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടോ ഞാനിവിടെ പാൽ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പാലും 4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാൽ വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് 5 കപ്പ് മുഴുവനായിട്ട് പാൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ കപ്പളവില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ആദ്യം 1 കപ്പ് പാൽ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 5 കപ്പ് വെള്ളം ഉണ്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പാലും കൂടെ ചേർത്തിട്ട് 5 കപ്പ് വെള്ളം ഉണ്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് പാല് 4 കപ്പ് വെള്ളവും ചേർന്നാൽ 5 കപ്പായിട്ടോ. നിങ്ങൾക്ക് പാലിന് പകരമായിട്ട് 5 കപ്പ് മുഴുവനായും വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 5 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മളിതാ പാലും വെള്ളവും കൂടെ നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ മൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് സിമ്മിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് 5 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിതാ 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിസിൽ അത് പോയതിന് ശേഷം നമുക്ക് തുറക്കാം. ഇനി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ 5 അച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ പച്ചരി എടുത്തത് അതേ കപ്പിൽ തന്നെ ഞാനിവിടെ 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ ശർക്കര 5 അച്ച് ഇതേപോലെ ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചതായാലും കുഴപ്പമില്ല കേട്ടോ. ശർക്കര പൊടിച്ചത് 1 കപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 ഗ്ലാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ പച്ചരി എടുത്തത് അതേ ഗ്ലാസ്സിൽ അതേ കപ്പിൽ തന്നെ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയെല്ലാം ഉരുകി പാനിയായി വരുമ്പോൾ നമുക്കതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇത് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. നമ്മൾ എന്തിനെങ്ങനെ അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കരപ്പാനിയിലുള്ള കല്ലും മണ്ണും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട് കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തണുത്തതിന് ശേഷം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മളിതാ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കാഷ്യൂ നട്ടും ഗോൾഡൻ റൈസിൻസും നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതാ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നത് ഞാനിത് അതിലേക്ക് കാഷ്യൂ നട്ട് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിത് കാഷ്യൂ നട്ട് ഗോൾഡൻ റൈസിൻസും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ റൈസിൻസ് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് കാഷ്യൂ നട്ടും ഗോൾഡൻ റൈസിൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ.
നമ്മളിതാ കാഷ്യൂ നട്ട് ഗോൾഡൻ ബ്രൗൺ വരുന്നത് വരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഗോൾഡൻ റൈസിൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണക്കമുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സും ഇതേപോലെ ഉണക്കമുന്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ ശർക്കര പാനിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അത്രയും അളവിൽ നിങ്ങൾക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിയും അതായത് ഗോൾഡൻ റൈസിൻസും ഇവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരിയും പരിപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതാ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരിയും പരിപ്പും കൂടെ ഇതേ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിയും വറുത്തെടുത്ത് അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ച പച്ചരിയും പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ശർക്കരപ്പാനി ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നത് നമ്മൾ അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കരപ്പാനി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മളിതാ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊന്ന് കുറുകി വരട്ടെ, ശർക്കരപ്പനി ഒന്ന് വെറ്റി കുറുകി വരട്ടെ. അങ്ങനെ ഇതാ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ശർക്കരപ്പനി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അടി പിടിക്കാതെ നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ട് ഇറക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് അടി പിടിച്ച് പോവും, കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 മിനിറ്റ് ശേഷം ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതവിടെ 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, യോജിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് ഞാനിതാ 1 ടീസ്പൂൺ നെയ്യും കൂടെ മുകളിലായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നാൽ ഒന്നുകൂടെ ഒന്ന് കുറുകി കിട്ടും കേട്ടോ. ചൂടോടുകൂടി വിളമ്പാൻ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെള്ളം പോലെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളമ്പണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് 5 മിനിറ്റ് കഴിയട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അങ്ങനെ അതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം 5 മിനിറ്റ് നമ്മളൊന്ന് തണുക്കാനേ വെച്ചു കേട്ടോ. ഇപ്പോഴും നല്ലപോലെ ചൂടുണ്ട് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സെർവ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള തമിഴ്നാട്ടിലെ വിഭവമായിട്ടുള്ള ട്രഡീഷണൽ ഐറ്റം ആയിട്ടുള്ള ശർക്കര പൊങ്കൽ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്വീറ്റ് പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ ഗസ്റ്റ് വരണമെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനും അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും അതേപോലെ തന്നെ നമ്മൾ കയ്യിലും വീട്ടിലുണ്ടാക്കി കഴിക്കാനായും പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നല്ല മഴയുള്ള സമയത്തൊക്കെ ചൂടോട് കൂടെ കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ ഇത്. ഞാനിതാ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂ നട്ടും കൂടെ വെച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ശർക്കര പൊങ്കൽ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ
ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് കാണാനും കണ്ടിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ തമിഴ്നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ട്രഡീഷണൽ ഐറ്റം ആയിട്ടുള്ള ശർക്കര പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ ഈ ശർക്കര പൊങ്കൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. അപ്പോൾ വീട്ടിൽ പച്ചരിയും ചെറുപയർ പരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. Thanks for watching.